ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ. നമ്മൾ കോക്കോനെയൊക്കെ കൂട്ടിലാക്കി ആക്കിയിട്ട് നമ്മൾ പുറത്തോട്ടൊന്ന് പോവാണ്. നല്ല വെയിലുണ്ട്. എല്ലാ ആഴ്ചയും നമ്മൾ ഫ്രൈഡേ ഒക്കെ അല്ലേ പുറത്ത് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് സാറ്റർഡേ ആണ്. വേറൊന്നും കൊണ്ടല്ല, ഫ്രൈഡേ ഇപ്രാവശ്യം ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റർഡേ ആണ് നിങ്ങൾക്ക് ലീവ്, നമ്മൾ സാറ്റർഡേ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡേ ഓഫാണ്. നൈറ്റ് 8 മണിക്ക് ശേഷം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ അങ്ങ് വണ്ടി ബുക്ക് ചെയ്തു, ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ വെച്ചൊന്ന് ലുലു വരേക്കൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ലുലുവിൽ പോവാണ്. പക്ഷെ നല്ല വെയിലുണ്ടായി. ഞാൻ വണ്ടിയുടെ അപ്പുറം ഇപ്പുറം മാറി മാറി ഇരുന്ന് നോക്കി, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലുലുവിൽ എന്താ കഥ നോക്കി കഴിഞ്ഞപ്പം ആളൊക്കെ വലിയ കുറവായിരുന്നു. ഇടയ്ക്കൊക്കെ വരുമ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ്, പിന്നെ ഫ്രൈഡേ വരുമ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇപ്രാവശ്യം സാറ്റർഡേ ആയതുകൊണ്ടാണോ എന്തോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നമ്മളൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇങ്ങോട്ടൊന്ന് വന്നു, ഇവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫ്രോസണിലോട്ടാണ് കയറിയത്. ഫസ്റ്റിൽ ഫ്രോസൺ ഐറ്റം ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ സീസൺ ആവാൻ പോവുകയാണ്, സ്ട്രോബെറിയുടെയൊക്കെ സീസൺ ആവാൻ പോവുകയാണ്. അതുകൊണ്ടായിരിക്കും എന്തോ ഫ്രോസൺ ആയിട്ടുള്ളതെല്ലാം വില കുറച്ചിട്ടിരിക്കുന്നതെന്ന്. പിന്നെ ഇതൊക്കെ കീമയാണ് കേട്ടോ. ചിക്കൻ്റെതും മട്ടൻ്റെതും എല്ലാം ഇങ്ങനെ കീമയെന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, ഇതങ്ങനെ മേടിക്കാറില്ല. പിന്നെ നമ്മളവിടെ ഫുഡ് സെക്ഷനിൽ പോയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിക്കാതാണ് പോയത്. അന്നേരം പുറത്തുനിന്ന് വലിയതായിട്ട് നമ്മളൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ വേഗം തന്നെ നമ്മൾ അവിടുന്ന് അങ്ങ് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിലയൊക്കെ നോക്കിയിട്ട് നമ്മൾ അന്നേരം അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ തൊട്ട് നേരെ നല്ല വലിയൊരു പാർക്കുണ്ട് കേട്ടോ. ഇവിടെ ഈ അവധി ദിവസങ്ങളെല്ലാം ശരിക്കും ആളുകളാണ് ഇവിടെ വരുന്നത്. കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള വലിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റേ ആയിട്ടൊക്കെ ഓരോരുത്തരൊക്കെ രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ ഫുഡൊക്കെ ആക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കൂട്ടത്തോടിരുന്ന് കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊച്ചു പെരുന്നാളിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അന്നേരം വരുന്നത് ഇവിടെ ഇരിക്കാനൊക്കെ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇന്നാണ് ഞങ്ങൾ പോയപ്പം നല്ല ഹാപ്പി ആയിരുന്നു, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പച്ചപ്പൊക്കെ കണ്ട് ഇവിടെ കുറേ നേരം ഇരിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഫുഡും ഒക്കെ ആയിട്ട് നേരെ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഈ പച്ച ഒക്കെ ഈ പുല്ല് വളരാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെള്ളം ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വിശ്രമിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ വന്നൊന്ന് ഇരിക്കുന്നത്. ഒന്ന് പുറത്തുള്ള എന്താ വായു ശ്വസിക്കുന്ന ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. മറ്റേ റൂമോ ജോലി ഫ്രൈഡേ ഒന്ന് നെസ്റ്റയിൽ പോകും, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ അത്ര തന്നെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കുഞ്ഞ് അവൻ ഭയങ്കര വെള്ളത്തിൽ കളിയായിരുന്നു കേട്ടോ അവിടെ. പിറ്റേ തന്നെ അവർ വന്നത് ഓഫ് ചെയ്യുന്നത് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലോട്ടാണ് പോയത്. ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ നെസ്റ്റോയിലാണ് കേട്ടോ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത്. പിന്നെ നെസ്റ്റോയിൽ വലിയ തിരക്കൊന്നും ഇല്ല. സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ സാധനങ്ങളൊക്കെ നോക്കിയെടുക്കാൻ പറ്റി. അല്ലാതെ നമ്മൾ ഈ ഫ്രൈഡേ പോകുമ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചത് കാരണം നമുക്ക് സാധനങ്ങളൊന്നും അങ്ങനെ നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചു വന്നു. കാരണം എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 7 മണി ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ചിങ്ങി റൂമിലോട്ട് വന്നു. പിന്നെ സാധനങ്ങളെല്ലാം പിന്നെ എല്ലാം ഓരോന്നോരോന്ന് പറിക്കണം. കുറച്ചധികം സാധനം ഇപ്രാവശ്യം മേടിച്ചു. അടുത്ത ആഴ്ച ചിലപ്പോൾ ഞങ്ങൾ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം തന്നെ നല്ല സാധനങ്ങളൊക്കെ അങ്ങ് മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 2 പേര് റൂമിലുള്ളത് കൊണ്ട് 2 പേരും രാവിലത്തെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഒരേപോലെ കുക്ക് ചെയ്ത് കഴിക്കത്തില്ലേ. എല്ലാ പ്രാവശ്യം മേടിക്കുന്ന അരിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ.
ഇപ്രാവശ്യം ചെമ്പായാണ് മേടിച്ചത്. ഈ റോസ് കളറിലെ പുട്ട ഇപ്രാവശ്യം കഴിക്കാൻ തോന്നി ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മീൻ മേടിച്ചിട്ടുണ്ട്. ചൂര ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ചൂര ഉണ്ടായിരുന്നു. അത് കണക്കന്നെ ഞണ്ട്, പിന്നെ ചുമന്ന മീൻ. പിന്നെ ഇവയൊക്കെ മേടിച്ച് എല്ലാം ഫ്രിഡ്ജിലൊക്കെ എല്ലാം അടുത്ത് സെറ്റാക്കി വയ്ക്കുകയാണ്. പിന്നെ മീനൊക്കെ അങ്ങ് രാത്രി തന്നെ അങ്ങ് കണ്ടിച്ച് നമ്മൾ വെക്കും. ഞാൻ ഷോളേ തലയിലിട്ടിരുന്ന കേട്ടോ, പക്ഷേ തലയിൽ ഫുള്ളത് വീണിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് അത് കാണുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് സാധനങ്ങളെല്ലാം. ഇതെല്ലാം ഇനി അടുക്കി പറക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ ബൈ.